ഭക്ഷണം കൊടുക്കുന്നതാണ്, അന്നദാനം. ഓരോ ട്രസ്റ്റ് ഒക്കെ ആയിട്ട് കൊടുക്കുന്നതാണ്. എല്ലായിടത്തും ഇങ്ങനത്തെ അന്നദാനങ്ങൾ ഉണ്ടായിരിക്കും. അത്യാവശ്യം അത് വാങ്ങി കഴിച്ചാൽ ഒരാൾക്ക് വിശപ്പ് അടങ്ങുന്ന തരത്തിലുള്ളത് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുംഭമേളയിലേക്ക് വരുന്നവരാരും വിശപ്പോടെ ഇരിക്കേണ്ട ഒരവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി കഴിച്ചു കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കഴിക്കുന്നത് എന്തിലാണ് എന്നുള്ളതാണ്. കണ്ടോ, ഒരു ഇലയുടെ പാത്രത്തിലാണ് ഇത് കൊടുക്കുന്നത്. ഇത് തന്നെ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ പോലും ഇവിടെ എവിടെയും ഇടുന്നില്ല. എല്ലാവരും ഇരുന്ന് കഴിച്ചിട്ട് അവിടെ അതിനകത്ത് തന്നെ ഇടുകയാണ്. ചെറിയ കുഞ്ഞുങ്ങൾ പോലും അതിനകത്ത് തന്നെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുന്നുണ്ട്. ഇത്രയും വലിയ കുംഭമേള നടക്കുന്നിടത്ത് യാതൊരു തരത്തിലും കാണാനില്ല. നമ്മുടെ നാട്ടിലും ഒരുപാട് ഉത്സവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്ര കണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ചെറിയ കുട്ടികളൊക്കെ ധാരാളം ഇത് ഭിക്ഷയ്ക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ്. ചെറിയ കുട്ടികൾ ധാരാളം പൂക്കളും ഒക്കെ ആയിട്ട് വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഒരു കുഞ്ഞു മോള്. ക്യാ നാമേ ബേട്ടാ, ക്യാ നാമേ? പ്രിൻസി. അച്ഛാ നാമേ. അവിടെ അതായത് കുഞ്ഞുമാവയും വെച്ചുകൊണ്ട് രുദ്രാക്ഷം വിൽക്കാൻ ഒരമ്മ ഇരിക്കുന്നുണ്ട്. ഒരമ്മയും बच्चे का नाम क्या है? ईशा. ഈശ എന്നൊരു കുഞ്ഞുവാവ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ അനൗൺസ്മെന്റ് എപ്പോഴും ഉണ്ടായിരിക്കും. എപ്പോഴും ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ട്. നമസ്തേ ബാബ. ഒരു ബാബ വന്നിട്ട് ബാബ 1 മണി എന്ന് പറയുന്നുണ്ട്. ശരിക്ക് അങ്ങനെയല്ല. എന്നാലും ഈ അനൗൺസ്മെന്റ് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ. അനൗൺസ്മെന്റിന്റെ ഒക്കെ എപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ അനൗൺസ്മെന്റ് പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ശരിക്കും പ്രത്യേകത. പലതരത്തിലുള്ള രുദ്രാക്ഷങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. സ്പെഷ്യൽ രുദ്രാക്ഷങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ ബ്രാഞ്ചസിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വെച്ചിരിക്കും. പിന്നെ സിന്ദൂരങ്ങള്, സ്ത്രീകൾ അവിടെ ധാരാളം പലതരത്തിലുള്ള സിന്ദൂരങ്ങളൊക്കെ